Welcome to Royal Cookery. Before the video, please subscribe my channel and press the bell button. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻസിന് വേണ്ടിയുള്ള ഒരു വിഭവമാണ് ചില്ലി പൊട്ടാറ്റോ. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കോമ്പിനേഷനായി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു വിഭവമാണിത്. ഞാനിവിടെ 5 ചെറിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. രണ്ട് സവാള, ഒരു ക്യാപ്സിക്കം, 2 പച്ചമുളക്, അല്പം മല്ലിയില. ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഈ പൊട്ടാറ്റോ ഒരു ചതുരങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന പൊട്ടാറ്റോയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് വെളിയിൽ വെച്ചിരുന്നാൽ വെള്ളം ഊറി അതിൻ്റെ അടിയിൽ മൊത്തം വെള്ളമായിരിക്കും. അതുകൊണ്ട് 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഈ സവാള ഒന്ന് മുറിച്ചെടുക്കാം. ചതുരങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ക്യാപ്സിക്കവും നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒരു 10 മിനിറ്റായി നമ്മൾ മാറ്റി വെച്ചിട്ട് ഇനി അതൊന്ന് വറുത്തെടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടറ്റോ നേരത്തെ വറക്കാൻ ഉപയോഗിച്ച അതേ ഓയിൽ തന്നെ എടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാള അധികം അങ്ങ് വാടിപ്പോകണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ നമുക്ക് ആ ക്യാപ്സിക്കം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അധികം ഇട്ട് നമ്മൾ വാട്ടേണ്ട ആവശ്യമില്ല. അത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയിൽ നമ്മൾ പൊടികൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി,
1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിച്ചത്. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇത്രയും ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. ഒഴിച്ച വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിനാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. സോസിനൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പുണ്ട് എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതിനെ അടച്ചു വയ്ക്കാം. ഇവിടെ ഞാനൊരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അത് ആ കോൺഫ്ലവർ ഒന്ന് കലക്കി വയ്ക്കാം. കോൺഫ്ലോർ ആ പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ചാൽ മതി. നമ്മുടെ പൊട്ടറ്റോ മസാല റെഡിയായി കഴിയും. റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്തേക്കാം.